ഒരുപാട് മരണങ്ങൾ, ഒരുപാട് റോഡ് അപകടങ്ങൾ, പ്രത്യേകിച്ചും ശരിക്കും എടുത്തു പറഞ്ഞാൽ ബസ്സിനടിയിൽ പെട്ടുപോകുന്ന മരണങ്ങൾ, അങ്ങനെ ഒരുപാട് മരണങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു മരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. ബസ്സിനെ മറികടക്കുന്ന സമയത്തായിരുന്നു ബസ്സിൻ്റെ അവിടെ നിയന്ത്രണം തെറ്റി ബസ്സിൻ്റെ അടിയിലേക്ക് മറിഞ്ഞു വീഴുന്നത്. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറച്ചധികം തന്നെ എല്ലാവരെയും ഞെട്ടിക്കുകയും വളരെയധികം തന്നെ എല്ലാവർക്കും വിഷമമായി മാറിപ്പോകുന്നതുമായിട്ടുള്ളൊരു സംഭവമായി ഇത് മാറുന്നു. ഇത്തരത്തിൽ ഒരുപാട് വാക്കുകളും വാർത്തകളും ഒരുപാട് വരുന്നുണ്ട്. ഇത്തരത്തിൽ ബസ്സിൻ്റെ അടിയിൽ പെട്ടുപോകുന്നവർ പിന്നീട് രക്ഷപ്പെടാനാകാത്ത രീതിയിലേക്ക് പോകുന്നു. ബസ്സുകാരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അത്രയും നീളമുള്ളൊരു വാഹനം അവർ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്തേക്ക് ഒരാൾ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കത് നിയന്ത്രണം പിടിക്കാനാകണമെന്നില്ല. എല്ലായ്പ്പോഴും ഒരേ സാഹചര്യമായിരിക്കില്ല. നന്നായി സ്പീഡായി ഓടിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണെങ്കിൽ അവർക്കൊരു പക്ഷേ വീഴുന്ന തൽക്ഷണം അത് ബ്രേക്കിട്ട് നിർത്താൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം അപകടങ്ങളും സംഭവിക്കുന്നത്. ഇതിലാരെയാണ് കുറ്റം പറയേണ്ടതെന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥ വരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ യുവതി മരിച്ചപ്പോൾ ബസ് ഡ്രൈവറിനെതിരെ തന്നെയായിരിക്കണം കേസ് വരേണ്ടതും. സ്കൂട്ടറിൻ്റെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടുനിന്നവരെല്ലാവരും പറഞ്ഞത്. റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു യുവതി. പിന്നാലെയായിരുന്നു ബസ് വന്നത്. ശരീരത്തിലൂടെ തന്നെ കയറി ഇറങ്ങി യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കണ്ണീരോടെ ബന്ധുക്കൾ യാത്ര പറയുന്നത് ഇപ്പോൾ ഇരിങ്ങാലക്കുട സ്വദേശി ആഫിദയ്ക്കാണ്. 28 വയസ്സായിരുന്നു ആഫിദയ്ക്ക്. തൃശൂർ കൊടക്കരയിൽ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് റോഡിൽ വീണ യുവതിയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി ദാരുണാന്ത്യം സംഭവിച്ചു. അതാണ് ഇപ്പോൾ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നൊരു വാർത്ത. ഇന്നലെ രാത്രി കൊടകര വെള്ളിക്കുളങ്ങര റോഡിലാണ് സംഭവം നടന്നത്. ആഫിദ ഓടിച്ചിരുന്ന സ്കൂട്ടർ മറ്റൊരു ബൈക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കൂട്ടർ മറിഞ്ഞ് ആഫിദ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഈ സമയം അതുവഴി വന്ന ബസ് യുവതിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആഫിദയുടെ മരണം സംഭവിച്ചുവെന്നും സ്ഥിരീകരിച്ചതായും വാർത്തയിലുണ്ട്. ആംബുലൻസും അതുപോലെ സജ്ജീകരണങ്ങളും എല്ലാം അതിവേഗം ഒരുങ്ങിയിരുന്നുവെങ്കിലും ആഫിദ മരണത്തിന് കീഴടങ്ങിയിരുന്നു. മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് നിയമപരമായി മറ്റു നടപടിക്രമങ്ങൾക്കും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അപകടത്തെ തുടർന്ന് കുറച്ചു സമയത്തേക്ക് സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും യുവതി തൽക്ഷണം മരിച്ചത് ബസ് പുറത്തൂടെ കയറി ഇറങ്ങിയതിനു ശേഷമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടുനിന്നവർക്ക് എല്ലാവർക്കും ഒരു നിമിഷത്തിൻ്റെ പാളിച്ചയായിട്ടാണ് തോന്നിയത്. ഒന്ന് കണ്ണ് ചിമ്മിയാൽ ഈ അപകടം കാണാതെ പോകാമായിരുന്നു. അത്രയേറെ പെട്ടെന്ന് സംഭവിച്ചൊരു അപകടമായിരുന്നു. എന്തോ വിധി എന്നെഴുതിയതുപോലെ. ബൈക്കുകാരനും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവരെല്ലാവരും പരിക്കുകളോടെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യുവതി ആഫിദ തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെ മരിക്കുകയായിരുന്നു. പിന്നീട് ജീവൻ രക്ഷിക്കാനോ ജീവന് വേണ്ടി പോരാടാനോ ഒന്നും തന്നെ ആ യുവതിക്ക് സാധിച്ചിരുന്നില്ല. അത്രയേറെ പെട്ടെന്നായിരുന്നു മരണം വിഴുങ്ങിയത് എന്ന് പറഞ്ഞേ മതിയാകൂ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.